ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിന്നിവിടെ ചിപ്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പൂളയും കൊണ്ട് കേട്ടോ. അപ്പോൾ പൂളയും കൊണ്ട് ചിപ്സ് ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പൂള കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ. നാത്തൂൻ്റെ മോന് കൊടുത്ത് വിട്ടതായിരുന്നു. അപ്പോൾ വയൽപ്പൂളായിരുന്നു തോന്നുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് അധികം വണ്ണമൊന്നുമില്ലാത്ത ചെറിയ സൈസായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ഞാൻ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയാണ് കേട്ടോ അത്. അപ്പോൾ പുഴുങ്ങുന്ന സമയത്ത് വന്നിട്ട് പിന്നെ ഞാൻ കുറച്ചെടുത്ത് പുഴുങ്ങി താളിച്ചൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഒരു മക്കളും വാപ്പയും മക്കളും കുറച്ചൊക്കെ തിന്നും. ബാക്കിയുള്ളത് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഒരു ദിവസം ഫുള്ളായിട്ട് ഇരുന്ന് തിന്നു കേട്ടോ. കളയാൻ പറ്റില്ലല്ലോ, നമ്മൾ ഗ്യാസിനൊക്കെ ഇത്രയും വിലയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ കപ്പയൊക്കെ വേവിച്ചിട്ട് പിന്നെ അത് കളയുന്നത് ശരിയല്ലല്ലോ പറഞ്ഞിട്ട് ഞാൻ തിന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, എന്താ നിൻ്റെ വയറ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ് കേട് നിൽക്കണം, അപ്പോൾ ബാക്കി വെക്കാൻ പറ്റില്ല, ഒക്കെ തിന്നണം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ബാക്കി കളയാനും തോന്നില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ തന്നെ തിന്നു കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പൂള വന്നിട്ട് എനിക്ക് പുഴുങ്ങാൻ തോന്നിയതില്ല. അപ്പോൾ അവർ തിന്നണ പണിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയ മക്കോലും കിട്ടൂല കേട്ടോ. അപ്പോൾ അങ്ങനെ ചിലവാകും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പൂള വന്നിട്ട് പിന്നെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ അടുത്തുള്ള കട്ടർ ചിപ്സ് കട്ടാക്കണ കട്ടർ വന്നിട്ട് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതിന് നൈസായിട്ടാണ് കട്ട് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പിന്നെ അങ്ങനെ വാഴക്ക നമുക്ക് ചിപ്സ് എണ്ണയിലേക്ക് തന്നെ അങ്ങനെ ചീവി ഇടാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ കപ്പ ആയതുകൊണ്ട് കുറച്ച് പിന്നെ കട്ടിയുള്ളത് കൊണ്ട് അങ്ങനെ പറ്റൂല. അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ചീവി വെച്ചിട്ടാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഇട്ടപ്പോൾ ഒന്നാകെ ഇങ്ങനെ കട്ട കെട്ടി നിന്നിരുന്നു കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമത്തത് കുറച്ച് പിന്നെ ഓരോന്നായിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ പിന്നെ ഒട്ടാതെ കുറച്ചൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ആദ്യത്തേത് വന്നിട്ട് കുറച്ച് പിന്നെ തോന ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഇട്ടപ്പോൾ കട്ട കെട്ടിപ്പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ടപ്പോൾ കുഴപ്പമില്ല, അത് കിട്ടുന്നുണ്ട്. എന്നാലും കുറച്ച് കനം കമ്മിയായതുകൊണ്ട് നൈസായിട്ടുണ്ട് കേട്ടോ. പൊരിഞ്ഞ് കിട്ടുമ്പോൾ വേഗം കരിയുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുറച്ച് കട്ടിയായിട്ട് വെള്ള കളറായിട്ട് കിട്ടുമല്ലോ, ഇത് അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. കനം കുറവായതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പോൾ ഒരു കിലോ പൂള തികയുമില്ല, പിന്നെ അര കിലോയിൽ കൂടുതലും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം വെട്ടിയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം നിറയെ ചിപ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുടഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രം ഫുള്ളായിട്ട് ചിപ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ചിലവാകുന്ന വഴി അറിയില്ല. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.